ഹലോ ഗൈസ്, ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ട് ആദ്യം തന്നെ പറയുകയാണ്, എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണേ. ഭയങ്കരമായിട്ട് റെഡി ആയിട്ട് വന്ന് നിങ്ങളോട് കാര്യങ്ങളൊക്കെ പറയണം എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ സമയത്തിൻ്റെ ലഭ്യത കുറവുകൊണ്ട് നമ്മളിപ്പോൾ തന്നെ ചടപടയുന്ന കാര്യങ്ങൾ തുടങ്ങുകയാണ്. ഇന്നത്തെ വ്ളോഗിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് ഒരു 4 വയസ്സായ മോളാണ് ഉള്ളത്. അപ്പോൾ ആള് ഇന്ന് ആദ്യമായിട്ട് സ്കൂളിൽ പോവുകയാണ്. ആ ഒരു സ്പെഷ്യൽ ഡേ ഒന്ന് ഡോക്യുമെൻ്റ് ചെയ്യാമെന്ന് കരുതി. കാരണം കുറേ നാൾ കഴിഞ്ഞ് നമ്മൾ പ്രായമൊക്കെ ആയി കഴിയുമ്പോഴേക്കും ഭയങ്കര നോക്കിയൊക്കെ ഇരിക്കാനായിട്ട് ഭയങ്കര രസമുള്ളൊരു കാര്യമല്ലേ. അതുകൊണ്ട് എവിക്കുട്ടൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളിലെ വിശേഷങ്ങളായിരിക്കും കേട്ടോ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യുന്നത്. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതുപോലെ ശരിക്കും പറഞ്ഞാൽ കുറച്ച് ഇമോഷണൽ കൂടിയാണ്. കാരണം ഇത്രയും നാൾ 24/7 ആയിരുന്നു നമ്മൾ കൂടെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇനി തുടങ്ങി വിൽ ബി സ്പെൻഡിങ് ടൈം വിത്ത് ഹെർ ഓൺലി ഡ്യൂറിങ് ദി ഈവനിങ് ടൈം. അപ്പോൾ വൈകുന്നേരങ്ങളിലേക്ക് വെട്ടിച്ചുരുക്കപ്പെടുന്ന ഒരു സങ്കടമുണ്ട്. പക്ഷേ അവളുടെ പുതിയൊരു മൈൽ സ്റ്റോൺ ഹിറ്റ് ചെയ്യുന്നതിൻ്റെ ഭയങ്കര സന്തോഷമുണ്ട്. ഇന്നത്തെ ദിവസം എന്തൊക്കെയാണ് ഞങ്ങൾ ചെയ്യുന്നതെന്നും ഞങ്ങളുടെ ഇന്നത്തെ ഒരു ഡേ എങ്ങനെയൊക്കെയാണ് പോകുന്നതെന്നും ഡോക്യുമെൻ്റ് ചെയ്യാനുള്ള ഒരു ചെറിയ ശ്രമമാണ്. അപ്പോൾ വിചാരിച്ചാൽ ഇപ്പോൾ ഓഫീസിൽ പോയേ കാണും. 11:30 ആ സ്കൂളിൽ പോകണ്ടേ. അപ്പോൾ 11 o'clock ആൾ വരുമായിരിക്കും. സോ ഹി വിൽ ബി ജോയിനിങ് ആസ് ബൈ 11. അപ്പോൾ അതുവരെ ഞാനും എവിയും ഈ ഫസ്റ്റ് ഡേ എങ്ങനെയാണ് റെഡി ആവുന്നതെന്നും എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്നും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ താല്പര്യമുള്ളവർ കൂടെ കൂടിക്കോ. എവിക്കുട്ടി ഇപ്പോഴും നല്ല ഉറക്കത്തിലാണ് കേട്ടോ. ഗുഡ് മോർണിംഗ്. അച്ഛനാണോ? അവിടെ നോക്കിയൊരു ഹായ് പറഞ്ഞേ. അവിടെ നോക്കി ക്യാമറയിൽ എവി സ്കൂളിൽ പോകാൻ പോയല്ലേ? എവി ഹാപ്പി ആണോ? നമുക്ക് റെഡി ആവണ്ടേ? ഹഗ് മോർണിംഗ് ഹഗ് തന്നെ. ഐ ലവ് യു എവാ. ഇത് കണ്ടോ, ഞങ്ങൾ രാവിലെ എണീക്കുമ്പോൾ ഇങ്ങനെ ഒട്ടിപ്പോകാറുണ്ട് എല്ലാ ദിവസവും. പപ്പാച്ചി ഒപ്പിച്ച് പോയി. ഇന്ന് എന്താണ് സ്പെഷ്യാലിറ്റി എവിക്കുട്ടൻ പറഞ്ഞേ? ഇന്ന് ഞാനാട്ടോ സ്കൂളിൽ പോണേ. പിന്നെ ആരാ ഇന്ന് ആരാ സ്കൂളിൽ പോണേ? എവിച്ചു സ്കൂളിൽ പോയിട്ട് ടീച്ചേഴ്സിനോട് എന്ത് പറയും? ഞങ്ങൾ എന്തെങ്കിലും കാര്യം ഒന്ന് പറയാൻ പറഞ്ഞാൽ അപ്പം ഞങ്ങൾ വഴി മകാച്ചി. രാവിലത്തെ സ്നേഹപ്രകടനങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ബ്രഷ് ചെയ്യാനായിട്ട് പോയത്. ഇനിയും കൊഞ്ചിക്കൊണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ സ്കൂളിൽ പോകാനായിട്ട് നമ്മൾ എന്തായാലും ലേറ്റ് ആവും. അങ്ങനെ ഞങ്ങൾ ബ്രഷ് ചെയ്തു, കുളിച്ചു, പിന്നെ വന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുകയാണ്. യൂണിഫോമൊക്കെ അതിൻ്റെ ഇടയിൽ ഞാൻ അയൺ ചെയ്തു. അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് യൂണിഫോമൊക്കെ ഇട്ടു. ആൻഡ് ഐ ഫീൽ സോ ഹാപ്പി. ഇനി മുടിയൊക്കെ ഒന്ന് കെട്ടിക്കൊടുക്കാമെന്ന് കരുതി. ആൾക്ക് ലോങ് ഹെയർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് കുഞ്ഞു പെണ്ണിൻ്റെ ഇഷ്ടം പോലെ നമ്മൾ മുടി അങ്ങനെ കട്ട് ചെയ്യാതെ നീട്ടി അങ്ങ് വളർത്തുവാണ്. നമ്മൾ ഈ 90s കിഡ്സിന് ഭയങ്കര ഇഷ്ടമുള്ള പണ്ടത്തെ ബേബി ശാലിനിയുടെയൊക്കെ ഒരു ഹെയർ സ്റ്റൈല്. അപ്പോൾ അതുപോലെ ഒരു റെപ്ലിക്ക ചെയ്യാനാട്ടോ ഞാൻ നോക്കിയത്. എവിക്കുട്ടിയാണെങ്കിൽ ആ ഒരു ഹെയർ സ്റ്റൈല് ഭയങ്കര ക്യൂട്ടായിരുന്നേ. മുടിയൊക്കെ കെട്ടി യൂണിഫോമൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അവളങ്ങ് വലുതായതുപോലെ. ഞങ്ങൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് എല്ലാവരെയും വിളിച്ച് എവിക്കുട്ടൻ്റെ ഒരു ചെറിയ ഫാഷൻ ഷോ തന്നെയായിരുന്നു കേട്ടോ. എൻ്റെ അപ്പച്ചനെയും അമ്മച്ചനെയും ഇച്ചാച്ചയുടെ പപ്പയും മമ്മയും പിന്നെ എൻ്റെ അനിയത്തി നാത്തൂൻ അങ്ങനെ എല്ലാവരെയും വിളിച്ച് നമ്മൾ എവിക്കുട്ടനെ കാണിച്ചു. എല്ലാവർക്കും ഒരു പ്രൗഡ് ആൻഡ് ഹോൾസം മൂമെൻ്റ് ആയിരുന്നു. ഒന്നും വിടാതെ എല്ലാവരെയും വിളിച്ച് ബ്ലെസ്സിങ്സ് മേടിച്ചു. സ്കൂളിൽ പോകാമെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഫസ്റ്റ് ഡേ പോകാൻ പോകുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് വലുതായി പോയതുപോലെയാടാ. നമ്മൾ പറയില്ലേ, ലിറ്ററലി ഒന്ന് കണ്ണടച്ച് തുറന്നപ്പോഴേക്കും ആള് വലുതായി സ്കൂളിൽ പോകാൻ പോകുന്നു. എന്താ അല്ലേ?
ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ഷോർട്ട് ബ്രേക്ക് എടുത്ത് ഇച്ചാച്ചി നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങൾ നേരെ സ്കൂളിലേക്ക് പോവാണ്. വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നേരെ സ്കൂളിലേക്ക്. ദിസ് ഈസ് ഗോയിങ് ടു ബി എ മൊമെൻറ്റ് വിച്ച് വിൽ ബി ട്രഷറിങ് ത്രൂ ഔട്ട് അവർ ലൈഫ്. ഇതൊരു ഹോൾസം മൊമെൻ്റ് ആയിരുന്നു കേട്ടോ. എങ്ങനെയാ ഒരു സ്പെസിഫിക് ഫീലിംഗ് ഇതിന് പറയാമെന്നറിയത്തില്ല. സന്തോഷമാണോ, സങ്കടമാണോ, അഭിമാനമാണോ, ഐ ഡോണ്ട് നോ. ഐ ഫെൽറ്റ് വെരി ഇമോഷണൽ. ചിലപ്പോൾ ഫസ്റ്റ് ടൈം പേരൻസിന് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും, ഓർ ഐ ഡോണ്ട് നോ ഇവൻ ഇഫ് ഇറ്റ് ഇസ് ജസ്റ്റ് മീ. ഏതാണ്ട് ഇനിയുള്ള 2 വർഷത്തോളം കാലം എവിക്കുട്ടൻ്റെ കളിച്ചിരികളും കുസൃതികളും സന്തോഷവും സങ്കടവും ഇണക്കവും പിണക്കത്തിനൊക്കെ സാക്ഷിയാവാൻ പോകുന്നൊരിടം. ഇത് കണ്ടില്ലേ, എത്ര കുഞ്ഞു ചെരുപ്പുകളാണ്. ഇവരെല്ലാവരും കരഞ്ഞും ചിരിച്ചും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരിടമായിരിക്കും അല്ലേ. ലെറ്റ് ദം ഓൾ ബി ബ്ലെസ്ഡ്. ദാറ്റ്സ് വാട്ട് വി ക്യാൻ വിഷ് ഫോർ എസ് പേരൻസ്. സമയം 12:30 ആയിട്ടുണ്ട്. എവിക്കുട്ടിനെ തിരിച്ച് വിളിക്കാൻ വന്നേക്കുക. വീട്ടിൽ പോവാം നമുക്ക്. ഇഷ്ടപ്പെട്ടോ? ടീച്ചേഴ്സിന് ഇഷ്ടപ്പെട്ടോ? ഫ്രണ്ട്സിന് ഇഷ്ടപ്പെട്ടോ? സ്കൂളിൽ പോണോ ഇനി? ഗിഫ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യാടോ. ആദ്യം ഇത് പറയും, നാളെ ഇനി സ്കൂളിൽ പോണോ? ബിഗ്ഗലാവും, ബെറ്റർഗലാവും, എന്നിട്ട് ബിഗ്ഗലാവും, എന്നിട്ട് ഗുഡ്ഗലാവും, എന്നിട്ട് ബ്യൂട്ടിഫുൾ ആണ്, എന്നിട്ട് മേക്കപ്പ് ഇടും, എന്നിട്ട് ക്ലെവറാവും, എന്നിട്ട് ബ്രില്യൻ്റാവും, എന്നിട്ട് ഗോർജിയസ് ആവും. ഓക്കേ, സോ സേ ബൈ. ബൈ. അങ്ങനെ ഞങ്ങൾ എവിച്ചുവിൻ്റെ സ്കൂളിൽ പോയി എവിച്ചുവിനെ വിളിച്ചിട്ട് വന്നു. ആൻഡ് നൗ വി ആർ ഗോയിങ് ടു ടേക്ക് റെസ്റ്റ് അല്ലേ. എവിക്ക് ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. എനിക്ക് എനിക്ക് ഓപ്പൺ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഗിഫ്റ്റ് ഒക്കെ ഓപ്പൺ ചെയ്യട്ടെ. അപ്പോൾ ശരി, ബൈ. ബൈ കൂട്ടുകാരെ.